ഡിയർ സ്റ്റുഡൻസ്, 12ാമത്തെ ചാപ്റ്റർ ആറ്റംസ് എന്ന പാഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോക്കസ് ഏരിയ പ്രധാനമായിട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറഞ്ഞിരിക്കുന്നത് രണ്ട് ടോപ്പിക്കുകളിലേക്കാണ്. ഒന്ന്, ബോർ മോഡൽ ഓഫ് ആറ്റം, ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. രണ്ട്, ഡി ബ്രോഗ്ലി ഹൈപ്പോത്തിസിസ് about the second postulate of Bohr model. ഇത് പറയുന്നതിന് മുൻപ് ആറ്റത്തിന്റെ വിവിധ മോഡലുകളെ കുറിച്ച് നമുക്കൊന്ന് പരിചയപ്പെടാം. ആറ്റത്തിന്റെ ആദ്യത്തെ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് ജെ തോംസൺ ആണ്. പ്ലം പുഡിംഗ് മോഡൽ എന്നും ഇത് അറിയപ്പെടാറുണ്ട്. ഈ മോഡൽ പ്രകാരം ആറ്റം ഒരു സ്പിയർ ആണെന്നും ആ സ്പിയറിന് മൊത്തം പോസിറ്റീവ് ചാർജ് ആണെന്നും ഇലക്ട്രോണുകൾ കേക്കിൽ മുന്തിരി എന്നത് പറയുന്നത് പോലെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്നും വിതരണം ചെയ്തിരിക്കുകയാണെന്നും പറയുന്ന ഒരു മോഡലാണ്. ആറ്റം മൊത്തത്തിൽ ന്യൂട്രലാണ്. എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടോ അത്രയും നെഗറ്റീവ് ഉണ്ട് എന്നുള്ള രീതിയിലാണ് ഈ മോഡൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്നാൽ ഈ മോഡലിന് ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയെ കുറിച്ച്, ആറ്റം കാണിക്കുന്ന സ്പെക്ട്രത്തെ കുറിച്ചൊന്നും യാതൊരു ധാരണയും നൽകാൻ പറ്റാത്ത അവ്യക്തത നിറഞ്ഞ മോഡലായിരുന്നു. പിന്നീട് റുദർഫോർഡ് പുതിയൊരു ആറ്റം മാതൃക ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. റുദർഫോർഡിന്റെ പ്ലാനറ്ററി മോഡൽ എന്നാണ് ഈ ആറ്റം മാതൃകയെ നമ്മൾ വിളിക്കാറുള്ളത്. സോളാർ സിസ്റ്റം പോലെ ഒരു ആറ്റത്തിന് അതിന്റെ മുഴുവൻ മാസും അതിന്റെ പോസിറ്റീവ് ചാർജ് മുഴുവൻ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ന്യൂക്ലിയസ് ഉണ്ടെന്നും ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോണുകൾ സ്റ്റേബിളായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കറങ്ങുന്ന പാതയെ ഓർബിറ്റ് എന്നാണ് വിളിക്കുക എന്നും ഒക്കെ ഈ മോഡലിൽ പുതുതായി വന്ന ആശയങ്ങളാണ്. ഈ മോഡലിന് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മോഡലുമായിട്ട് നല്ല സാമ്യമുണ്ട്. പക്ഷെ ഇതിന് എന്തുകൊണ്ട് ആറ്റം സ്പെക്ട്രം കാണിക്കുന്നു എന്നതിന് വിശദീകരണം കൊടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട് ആറ്റത്തിന് സ്റ്റെബിലിറ്റി കിട്ടി എന്നതിനും ഒരു വിശദീകരണം കൊടുക്കാൻ കൃത്യമായി സാധിച്ചിട്ടില്ല. പിന്നീട് വന്ന ബോർ മോഡൽ ഓഫ് ആറ്റത്തിനാണ് കൃത്യമായി ഒരു ആറ്റം മോഡൽ നമ്മളുടെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ സാധിച്ചിട്ടുള്ളത്. എന്താണ് ബോർ മോഡലിന്റെ ആറ്റം മോഡൽ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നോക്കൂ, റുദർഫോർഡിന്റെ മോഡലുമായി നല്ല സാമ്യമുണ്ട് ബോർ ആറ്റം മോഡലിന്. ഒരു പ്ലാനറ്ററി മോഡൽ തന്നെയാണ്. പക്ഷേ റുദർഫോർഡിന്റെ മോഡലിൽ ഉണ്ടായിരുന്ന ഡിഫക്റ്റുകൾ, ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റിയും സ്പെക്ട്രത്തിനും എല്ലാം കൃത്യമായ വിശദീകരണം കൊടുക്കുവാൻ ബോർ മോഡൽ ഓഫ് ആറ്റത്തിന് സാധിച്ചിട്ടുണ്ട്. എന്താണ് ബോർ ആറ്റം മോഡലിന്റെ പ്രധാനപ്പെട്ടിട്ടുള്ള പോസ്റ്റുലേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം. ബോർ മോഡൽ ഓഫ് ആറ്റം. ബോർ ആറ്റം മോഡൽ 3 പോസ്റ്റുലേറ്റുകളാണ് ഇദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്നാമത്തെ പോസ്റ്റുലേറ്റ് പ്രകാരം ആറ്റം ഒരു സ്പിയർ ആണ്. ഏകദേശം 10⁻⁻10 മീറ്റർ സൈസ് വരുന്ന സ്പിയർ ആണ്. അതിന്റെ 99.99% മാസും പോസിറ്റീവ് ചാർജ് മുഴുവനായിട്ടും കേന്ദ്രീകരിച്ചിരിക്കുന്നത് അതിന്റെ വളരെ ചെറിയൊരു പോയിന്റിലാണ്. ന്യൂക്ലിയസ് എന്നാണ് അതിനെ വിളിക്കുക. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത്രയും റുദർഫോർഡ് ആറ്റം മോഡലിൽ നിന്ന് പറഞ്ഞതിൽ നിന്ന് വ്യത്യാസമൊന്നുമില്ല ബോർ മോഡലും. എന്നാൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുന്നത് നോൺ റേഡിയേറ്റീവ് ഓർബിറ്റിലാണ് എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒന്നാമത്തെ പോസ്റ്റുലേറ്റ്. നോൺ റേഡിയേറ്റീവ് ഓർബിറ്റൽ എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഇലക്ട്രോണിന് ആക്സിലറേഷൻ ഉണ്ടെന്നും ആക്സിലറേഷൻ ഉള്ള ഇലക്ട്രോണുകൾ എനർജിയെ റേഡിയേഷൻ നടത്തണമെന്നുമാണ് ക്ലാസിക്കൽ തിയറി. അതുകൊണ്ടാണ് റുദർഫോർഡ് മോഡലിന് എന്തുകൊണ്ട് ആറ്റത്തിന്റെ എനർജി പുറത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ പറ്റാതിരുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന്റെ കൺസെപ്റ്റ് ക്ലാസിക്കൽ മോഡലിലല്ല ആറ്റത്തിന്റെ ഉള്ളിൽ ഇലക്ട്രോണുകൾ സ്ഥിതി ചെയ്യുന്നത്. ഇലക്ട്രോണുകൾ ആറ്റത്തിന്റെ ഉള്ളിൽ നിശ്ചിത പാതയിലൂടെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാതയെ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ്. ആ ഓർബിറ്റിന്റെ പ്രത്യേകത, ദേ ആർ സ്റ്റേബിൾ ഓർബിറ്റ്. ഒരു ഇലക്ട്രോൺ സ്റ്റേബിൾ ഓർബിറ്റിൽ കറങ്ങുമ്പോൾ അത് എനർജിയെ റേഡിയേറ്റ് ചെയ്യുന്നില്ല. ഇതാണ് റുദർഫോർഡ് മോഡലിൽ നിന്ന് ബോർ മോഡലിലുള്ള ആദ്യത്തെ വ്യത്യാസം. ഫസ്റ്റ് പോസ്റ്റുലേറ്റ്, ഇലക്ട്രോൺസ് ആർ റിവോൾവിംഗ് അറൌണ്ട് ദ ന്യൂക്ലിയസ് ഇൻ നോൺ റേഡിയേറ്റീവ് ഓർബിറ്റ്. ദാറ്റ് നോൺ റേഡിയേറ്റീവ് ഓർബിറ്റ് ഈസ് കോൾഡ് സ്റ്റേബിൾ ഓർബിറ്റ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, when an electron is revolving around the nucleus, the angular momentum of revolving electron, angular momentum നമ്മൾ എങ്ങനെ എഴുതാറുള്ളത്? mvr.
Momentum into distance from the axis of rotation. Angular momentum is L. It is represented by L. Angular momentum of a revolving electron will be integral multiple of h by 2 pi. കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് h/2π എന്ന് പറയുന്ന വിലയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ തുല്യമായിരിക്കും. n എടുക്കാവുന്ന വിലകൾ n is equal to 1, 2, 3 etc. ആണ്. ഇപ്പൊ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ ആംഗുലാർ മൊമെന്റം ക്വാണ്ടൈസ്ഡ് ആണ് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിശ്ചിത വിലകൾ മാത്രമേ അതിന് പോസിബിൾ ആയിട്ടുള്ളൂ. വേറെ രീതിയിൽ പറഞ്ഞാൽ കറങ്ങുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും തോന്നിയ പോലെയൊന്നും കറങ്ങാൻ പറ്റില്ല. നിശ്ചിത പാതയിലൂടെ, നിശ്ചിത എനർജി വാല്യൂയിലൂടെ മാത്രമേ കറങ്ങാൻ പറ്റുകയുള്ളൂ. ആൻഡ് ദിസ് ഈസ് എ വെരി ഇമ്പോർട്ടന്റ് പോസ്റ്റുലേറ്റ് ഓഫ് ബോർ മോഡൽ. വെൻ an electron is revolving around the nucleus, angular momentum L, that is mvr, or will be an integral multiple of h/2π. മൂന്നാമത്തെ പോസ്റ്റുലേറ്റ് എന്ന് പറയുന്നത് ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ വ്യത്യസ്ത ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഓർബിറ്റലിൽ നിന്ന് ഒരു ലെവലിൽ നിന്ന് വേറൊരു ലെവലിലേക്ക് അത് ചാടിയാൽ, ഇപ്പൊ ഉയർന്ന ലെവലിൽ നിന്ന് താഴ്ന്ന ലെവലിലേക്കാണെങ്കിൽ ആദ്യത്തെ ലെവൽ ഉയർന്നത് ഈ ഇനീഷ്യൽ, അവസാനത്തെ ലെവൽ താഴ്ന്ന ലെവൽ ഈ ഫൈനൽ. ഇനീഷ്യൽ ലെവലിൽ നിന്ന് ഫൈനൽ ലെവലിലേക്ക് ചെന്നിരിക്കുമ്പോൾ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് ചെന്ന് ചാടുമ്പോൾ ആ ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യും. അപ്പൊ ഇലക്ട്രോൺ എനർജി റിലീസ് ചെയ്യുന്നത് കറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴല്ല, ഒരു ഓർബിറ്റിൽ നിന്ന് വേറെ ഓർബിറ്റിലേക്ക് ചാടുമ്പോഴാണ്. പ്രത്യേകിച്ച് ഹയർ ഓർബിറ്റിൽ നിന്നും ലോവർ എനർജി ലെവലിലേക്ക് ചാടുമ്പോൾ അത് അതിന് തുല്യമായ, ഇതാണ് ഇനീഷ്യൽ എനർജി, ഇതാണ് ഫൈനൽ എനർജി എങ്കിൽ EI മൈനസ് EF എന്ന് പറയുന്ന എനർജി തീർച്ചയായിട്ടും അത് പുറത്തേക്ക് വിട്ടിരിക്കും. The energy radiated by a jumping electron H nu is equal to E initial energy initial minus final energy. These are the important postulates of Bohr model of atom. നോക്കൂ, ഈ മൂന്ന് പോസ്റ്റുലേറ്റ് വന്നതോടുകൂടി തന്നെ റുദർഫോർഡ് മോഡലിൽ ഉണ്ടായിരുന്ന ഡ്രോബാക്സ് എല്ലാം എലിമിനേറ്റ് ചെയ്യപ്പെട്ടു. എന്തായിരുന്നു റുദർഫോർഡ് ആറ്റത്തിന്റെ ഡ്രോബാക്സ് എന്ന് ചോദിച്ചാൽ, ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന് എക്സിലറേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. സെൻട്രിപെറ്റൽ ആക്സിസ്. അങ്ങനെ ആക്സിലറേഷൻ ഉള്ള ഒരു ഇലക്ട്രോൺ, ഒരു ചാർജ് ആക്സിലറേഷനോടുകൂടി മൂവ് ചെയ്താൽ അത് എനർജിയെ റേഡിയേറ്റ് ചെയ്യണം, എനർജിയെ പുറത്തുവിടണം. അപ്പൊ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി മെല്ലെ മെല്ലെ കുറയും. അങ്ങനെ ഇലക്ട്രോൺ എനർജി കുറഞ്ഞാൽ താഴത്തെ ഓർബിറ്റിലേക്ക് അവസാനം ന്യൂക്ലിയസിൽ ചെന്ന് പതിക്കണം. കറങ്ങി വന്നിട്ട് ന്യൂക്ലിയസിൽ ഇലക്ട്രോൺ പതിച്ചു കഴിഞ്ഞാൽ ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാണ്ട് വരും. എന്നാൽ ആറ്റം സ്റ്റേബിൾ ആണ് താനും. എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് റുദർഫോർഡിനോട് ചോദിക്കുമ്പോൾ ആ മോഡൽ വെച്ചുകൊണ്ട് പറയാൻ പറ്റിയിരുന്നില്ല. അത് അദ്ദേഹത്തിന് മറുപടി ഇല്ലാഞ്ഞിട്ടല്ല, ക്ലാസിക്കൽ തിയറി വെച്ചുകൊണ്ട് അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ്. അത് മാത്രമേ അന്ന് നമ്മളുടെ കയ്യിലുള്ള തിയറിയുമുള്ളൂ. അതുകൊണ്ട് ഒരു ആറ്റത്തിന്റെ സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ റുദർഫോർഡിന് സാധിച്ചില്ല. എന്തുകൊണ്ടാണ് സ്റ്റെബിലിറ്റി എക്സ്പ്ലെയിൻ സാധിക്കാതിരുന്നത്? കറങ്ങുന്ന ഇലക്ട്രോൺ ആക്സിലറേഷൻ ഉണ്ടെന്നും ആക്സിലറേഷനുള്ള ചാർജ് അഥവാ ഇലക്ട്രോൺ എനർജിയെ പുറത്തു വിടണം എന്നുള്ളതാണ് തിയറി. എനർജിയെ പുറത്തു വിട്ടു കഴിഞ്ഞാലോ താഴത്തെ എനർജി ലെവലിലേക്ക് ഇറങ്ങി അവസാനം അത് സ്പൈറലായിട്ട് ന്യൂക്ലിയസിൽ ചെന്ന് പതിക്കണം. പക്ഷെ അങ്ങനെ പതിക്കുന്നതായിട്ട് കാണുന്നില്ല. ആറ്റം സ്റ്റേബിൾ ആണ്. അതിന് ഇദ്ദേഹം കൊടുത്ത മറുപടി എന്താ? ഇലക്ട്രോൺസ് ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ക്ലാസിക്കൽ തിയറി പ്രകാരം അത് എനർജിയെ റേഡിയേറ്റ് ചെയ്യൊന്നുമില്ല. എനർജിയെ റേഡിയേറ്റ് ചെയ്യാത്ത ഓർബിറ്റിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എത്ര ഓർബിറ്റുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റേബിൾ ഓർബിറ്റ്. 2, കറങ്ങുന്ന ഇലക്ട്രോണിന് ന്യൂക്ലിയസിന് ചുറ്റും തോന്നിയ പാതയിലൂടെ കറങ്ങാൻ പറ്റില്ല. കറങ്ങുമ്പോൾ ആംഗുലാർ മൊമെന്റം ഒരു കോൺസ്റ്റന്റ് ആയിട്ട് വരണം. ഇറ്റ് വിൽ ബി an integral multiple of h/2π. n-ന് 1 കൊടുത്താൽ ആദ്യത്തെ പോസിബിലിറ്റി കിട്ടും. അത് h/2π ആണ്. ആദ്യത്തെ കറങ്ങാനുള്ള സാധ്യത ആംഗുലാർ മൊമെന്റം വില പ്ലാങ്ക്സ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ 2π എന്ന വിലക്ക് ഈക്വൽ ആവണം. അവിടെ മാത്രമേ ഇലക്ട്രോൺ കറങ്ങാൻ പറ്റുള്ളൂ സ്റ്റേബിൾ ആയിട്ട്. മൂന്നാമത്തെ വാല്യൂ, ഇലക്ട്രോൺ എനർജിയെ റേഡിയേറ്റ് ചെയ്യും. പക്ഷെ അത് ഈ പറഞ്ഞതുപോലെയല്ല. ഈ പറഞ്ഞത് പ്രകാരമാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജിയെ പുറത്ത് വിട്ടുകൊണ്ടിരിക്കും. എന്നാൽ ഒരു ആറ്റത്തിന്റെ എമിഷൻ സ്പെക്ട്രം പരിശോധിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജി അല്ല ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ കിട്ടുക.
പകരം നിശ്ചിത എനർജി ലെവൽസ് മാത്രം, നിശ്ചിത എനർജി വാല്യൂസ് മാത്രമേ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ കിട്ടൂ. അതിന്റെ അർത്ഥം കണ്ടിന്യൂസ് ആയിട്ടല്ല എനർജിയെ പുറത്തേക്ക് വിടുന്നത് എന്നുള്ളതാണ്. എന്നാൽ റുദർഫോർഡിൽ ആ പ്രശ്നം ഒഴിവാക്കി തന്നു. റുദർഫോർഡ് പറയുന്നത് ഒരു ഇലക്ട്രോൺ എനർജിയെ റിലീസ് ചെയ്യും എപ്പോൾ ഹയർ എനർജി ലെവലിൽ നിന്ന് ലോവർ എനർജി ലെവലിലേക്ക് വരുമ്പോൾ. അപ്പൊ എത്ര എനർജി പുറത്തേക്ക് വിടും? ഹയർ എനർജിയിൽ നിന്ന് ലോവർ എനർജിയുടെ വാല്യൂ കുറച്ചാൽ ആ കിട്ടുന്ന വാല്യൂ എത്രയാണോ അതിന് തുല്യമായ എനർജിയെ പുറത്തേക്ക് വിടും. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോഗ്രാഫി പ്ലേറ്റിലേക്ക് പതിച്ചാൽ കണ്ടിന്യൂസ് ആയിട്ട് എനർജി അല്ല കിട്ടുക, ഒരു നിശ്ചിത വാല്യൂ ഉള്ള എനർജി ലെവൽ മാത്രമേ ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ ലഭിക്കൂ. ഒരു നിശ്ചിത വേവ് ലെങ്ത്തിൽ മാത്രമേ ഫോട്ടോഗ്രാഫി പ്ലേറ്റ് നിങ്ങൾക്ക് അതിന്റെ പിക്ചർ കിട്ടും. അത് തന്നെയാണ് റിയൽ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് അത്തരം സ്പെക്ട്രം കിട്ടുന്നു, ലൈൻ സ്പെക്ട്രം കിട്ടുന്നു എന്നുള്ളതിന് കൃത്യമായ മറുപടി ബോർ മോഡൽ ഓഫ് ആറ്റം വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ബോർ മോഡൽ ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഹൈഡ്രജൻ ആറ്റം ബോർ മോഡൽ വെച്ചുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഹൈഡ്രജൻ ആറ്റം എങ്ങനെയാണ് സ്പെക്ട്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് ഭംഗിയായിട്ട്, എങ്ങനെ ഹൈഡ്രജൻ ലൈൻ സ്പെക്ട്രം കാണിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ബോർ മോഡൽ വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. ബോർ മോഡലിന്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആറ്റം കാണിക്കുന്ന ഒരുവിധം പ്രോപ്പർട്ടീസുകളൊക്കെ ഭംഗിയായിട്ട് ഈ മോഡൽ വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. നോക്കൂ, ഹൈഡ്രജൻ ആറ്റത്തിന്റെ പ്രത്യേകത ഏറ്റവും ചെറിയ ന്യൂക്ലിയസ് ആണ്. അതിന് ഒരു പ്രോട്ടോണും അതിനെ ചുറ്റി കറങ്ങുന്ന ഒരു ഇലക്ട്രോണുമാണുള്ളത്. അങ്ങനെയുള്ള ഓർബിറ്റിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചോളൂ. ഏതോ ഒരു ഓർബിറ്റിൽ ഇലക്ട്രോൺ കിടന്ന് കറങ്ങുന്നു, റേഡിയസ് 6 ആണ്. അങ്ങനെ ഇലക്ട്രോൺ കറങ്ങുന്ന ഓർബിറ്റിന്റെ റേഡിയസ് എത്രയാണ് എന്നാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. എന്തായാലും ഇലക്ട്രോൺ കറങ്ങുന്നുണ്ടെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നത് mv²/r എന്ന് പറയുന്നത് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജും തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. സോ ഇറ്റ് വിൽ ബി 1/4πε0 q1, അത് E ആണ്, ഇൻറ്റു q2 വീണ്ടും E, അപ്പൊ E² ബൈ r². കുളുംബ്സ് ലോ. ഈ ഫോഴ്സ് ഉപയോഗിച്ചിട്ടാണ് കറങ്ങാൻ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സുകൾ. ഓക്കെ, ഇതിൽ നിന്ന് എനിക്ക് കറങ്ങാൻ ആവശ്യമായിട്ടുള്ള കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഇലക്ട്രോണിന്റെ ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടെത്താൻ പറ്റും. സോ ഫസ്റ്റ് ഹെഡിങ് ഈസ് റേഡിയസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ Rn. nth ഓർബിറ്റിന്റെ ഏത് വിലയുള്ള ഓർബിറ്റ് ആയിക്കോട്ടെ ആ ഓർബിറ്റിന്റെ റേഡിയസ് കണ്ടെത്താൻ പറ്റും. mv²/r = 1/4πε0 e²/r². ഓരോ r ക്യാൻസൽ ചെയ്തു. Again you know, for a revolving electron mvr is equal to nh/2π, that is v is equal to nh divided by 2π mr. ആ വില കൊണ്ടുപോയി ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താ? m into v², ഇതിന്റെ സ്ക്വയർ, that is n² h² 4π² m² r² is equal to 1/4πε0 e²/r. ഒരു r ക്യാൻസൽ ചെയ്തു, 4 ഗെറ്റ് ക്യാൻസൽ, ഒരു π² ഒരു π ക്യാൻസൽ ചെയ്തു. ഇനി കണ്ടെത്തേണ്ടത് റേഡിയസിനെയാണ്. ഇപ്പൊ റേഡിയസിനെ മാത്രം അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോകാം. ബാക്കി വരുന്ന ആളുകളെ ഒരു സൈഡിലേക്ക് മാറ്റി എഴുതിയാൽ റേഡിയസ് r is equal to ഈ ε0 മുകളിലേക്ക് വരും, ε0 n² h² divided by, ബാക്കി വരുന്ന ടേമുകളൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ π m², ഒരു m ക്യാൻസൽ ചെയ്യാം, π m, അടുത്തതാര e². And this is the equation of radius. ഇതിൽ ε0 കോൺസ്റ്റന്റ് ആണ്, h Planck's കോൺസ്റ്റന്റ് ആണ്, π കോൺസ്റ്റന്റ്, m ന്റെ വാല്യൂ കോൺസ്റ്റന്റ്, ചാർജ് ഓഫ് ഇലക്ട്രോൺ കോൺസ്റ്റന്റ്. ഇതെല്ലാം കൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അവിടെ കിട്ടാൻ പോകുന്നത് 0.53 × 10⁻⁻10 n² എന്നാണ്. ഈ 0.53 × 10⁻⁻10 0.53 ആങ്സ്ട്രോം എന്ന് എഴുതിയാൽ അതിനൊരു സിമ്പൽ കൊടുത്താൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ എഴുതാം, റേഡിയസ് ഓഫ് nth ഓർബിറ്റ് is equal to the constant a0, that is 0.53 × 10⁻⁻10 n². This is the radius of nth orbit. If you put n is equal to 1, you get first radius of the orbit. That first orbit radius is known as Bohr radius. Bohr radius ന്റെ വാല്യൂ എത്രയായിരിക്കും? r1 is equal to n is equal to 1 ആണെങ്കിൽ r1 ന്റെ വില
0.53 ആങ്സ്ട്രോം ആയിരിക്കും. ഓക്കെ, ഇതേപോലെ ഓരോ റേഡിയസും ഓരോ ഓർബിറ്റിന്റെ റേഡിയസും നമുക്ക് കണ്ടെത്താം. അങ്ങനെ റേഡിയസിന്റെ ഓർബിറ്റിന്റെ റേഡിയസുകൾ നിങ്ങൾ കണ്ടെത്തിയ രണ്ടാമത്തെ റേഡിയസ് R1 R2 R3 R4 കണ്ടാൽ നിങ്ങൾക്ക് കിട്ടുക 1:4:9:16 എന്ന് പറയുന്ന വിലയായിരിക്കും. കാരണം ആദ്യം n-ന് 1 1 സ്ക്വയർ, പിന്നെ n-ന് 2 2 സ്ക്വയർ 4, പിന്നെ n-ന് 3 3 സ്ക്വയർ 9, n-ന് 4 4 സ്ക്വയർ 16 എന്നുള്ള രീതിയിലായിരിക്കും റേഡിയസുകളുടെ റേഷ്യോ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് എനർജി ഓഫ് ഇലക്ട്രോൺസ്. ഹൈഡ്രജൻ ആറ്റത്തിലെ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി കണ്ടെത്തുന്ന ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. നോക്കൂ, റേഡിയസിന്റെ ഇക്വേഷൻ ഇതാണ്: ε0 n² h²h²/πme². അതേപോലെ തന്നെ കറങ്ങുന്ന ഇലക്ട്രോൺ ആവശ്യമായ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. mv²/r = 1/4/ε0e²/r ആണ്. അതിൽ നിന്ന് mv² എന്താണെന്ന് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്, കാരണം നമുക്കത് ആവശ്യമുണ്ട്. 1/4/ε0e²/r എന്നുള്ളതാണ്. എനർജി ഓഫ് ഇലക്ട്രോൺ. ഇലക്ട്രോൺ കറങ്ങുന്ന എനർജി ഉണ്ട്, അപ്പോൾ കൈനറ്റിക് എനർജി ഉണ്ട്. അത് ഒരു ചാർജിന്റെ അടുത്താണ് ഇരിക്കുന്നത്, ഒരു ഡിസ്റ്റൻസ് മാറ്റി വെച്ചിട്ടായിരിക്കുന്നത്, അപ്പൊ അതിന് പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. രണ്ട് എനർജിയും കൂടി കൂട്ടിയാൽ നിങ്ങൾക്ക് ടോട്ടൽ എനർജിയും കിട്ടും. ആദ്യം നമുക്ക് കൈനറ്റിക് എനർജി നോക്കാം. കൈനറ്റിക് എനർജി ഓഫ് റിവോൾവിംഗ് ഇലക്ട്രോൺ is equal to half mv². That is equal to half into mv² ഇതാ 1/4πε0e²/r. That is equal to 1/2 into 4 8πε0e²/r. This is the kinetic energy. Similarly, potential energy is equal to positive negative system ആണ്. Potential energy will be negative 1/4πε0 q1 q2 e into e, that is e square, divided by distance r. This is the potential energy. Therefore, total energy is equal to kinetic energy plus potential energy. That is equal to, total energy is equal to minus 1/8πε0 e²/r plus minus 1/4πε0 e²/r. ഇതിൽ നിന്ന് ഈ നെഗറ്റീവ് ഉള്ള വില ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? ഇത് 1/8πε0 വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, 1/2 into 4. അപ്പൊ half x മൈനസ് എക്സ് ആണ്. ഹാഫ് എക്സ് മൈനസ് എക്സ് എന്താ വരിക? മൈനസ് ഹാഫ് എക്സ്. അതേപോലെ എഴുതിയാൽ റിസൾട്ട് വിൽ ബി മൈനസ് ഹാഫ് എക്സ് 1/4πε0 e²/r. 2 into 4 8. So you can write it is minus 1/8πε0 e²/r. This is the total energy. Again, you know what is the value of radius r? Radius r is equal to ε0 n² h² divided by pi m e² ആണ്. ആ വില കൂടി ഇതിൽ കൊടുത്താൽ നിങ്ങൾക്ക് എനർജി നെഗറ്റീവ് വരുന്നൊരു വാല്യൂ കിട്ടും. നമുക്കൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ടോട്ടൽ എനർജി is equal to minus 1/8πε0 e²/r. r equal to ε0 n² h² divided by pi m e². ആരൊക്കെയാണ് ക്യാൻസൽ ചെയ്യാൻ പോകുന്നത് നോക്കിക്കോളാം. ഒരു പൈ ഉണ്ട്, ഇവിടെ ഒരു പൈ ക്യാൻസൽ ചെയ്തു. ഇനി വരുന്നത്, ഇനി ക്യാൻസൽ ചെയ്യാനുള്ള ടേമുകളൊന്നുമില്ല. e² നേരെ മുകളിലേക്ക് പോകും, m പോവും. മൈനസ് me⁴ divided by 8 ε0 into ε0 square n² h². This is the total energy. ഈ ടോട്ടൽ എനർജിയെ ഞാൻ En എന്ന് ലേബൽ ചെയ്താൽ En is equal to minus of that value. ഇതിൽ n ഒഴികെ ബാക്കി വരുന്ന എല്ലാം കോൺസ്റ്റന്റ് ആണ്. ബാക്കി വരുന്ന കോൺസ്റ്റന്റുകളെല്ലാം കൂടി ചെയ്തു കഴിഞ്ഞാൽ എനർജിയുടെ വില നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് മൈനസ് 13.6 ഇലക്ട്രോൺ വോൾട്ട്. ഇലക്ട്രോൺ വോൾട്ടിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. ജൂളിലേക്ക് മാറ്റണമെങ്കിൽ കൺവേർട്ടിംഗ് നമ്പർ ഉണ്ട്. ഡിവൈഡഡ് ബൈ n² എന്നുള്ളതായിരിക്കും എനർജിയുടെ വാല്യൂ കിട്ടുന്നത്. ദാറ്റ് മീൻസ് ഇൻ ഹൈഡ്രജൻ ആറ്റം the electron energy is determined by this equation, minus 13.6 electron volt divided by n², and take the values 1 2 3 etc.
N-ന് 1 കൊടുത്താൽ ഒന്നാമത്തെ ഓർബിറ്റിൽ കറങ്ങുന്ന ഇലക്ട്രോണിന്റെ എനർജി കിട്ടും. ആ നെഗറ്റീവ് സൈൻ കാണിക്കുന്നത് ന്യൂക്ലിയസുമായി ശക്തമായി ബൗണ്ട് ചെയ്തിട്ടാണ് ആ ഇലക്ട്രോൺസ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ്. N-ന് 2 കൊടുത്താൽ രണ്ടാമത്തെ ഓർബിറ്റിലെ ഇലക്ട്രോണിന്റെ എനർജി കിട്ടും. രണ്ടാമത്തെ ഓർബിറ്റിന്റെ എനർജി കിട്ടും എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് ഇലക്ട്രോണിന് പോസിബിൾ ആയ എനർജി വാല്യൂസ് N-ന്റെ വിലകൾ വെച്ചുകൊണ്ട് നമുക്ക് പറയാം. നെക്സ്റ്റ് ലുക്ക് into the energy levels of electron. When electron is revolving around the nucleus, what are the possible energy values? You know energy equation is En is equal to minus 13.6 electron volt divided by n square ആണ്. അങ്ങനെയെങ്കിൽ ഒന്നാമത്തെ ഓർബിറ്റിന്റെ എനർജി വാല്യൂ എത്രയെന്ന് ചോദിച്ചാൽ n-ന് 1 കൊടുത്താൽ മതി. If n is equal to 1, you get it is minus 13.6 electron volt. This is the first energy level of hydrogen atom. This is the ground state of hydrogen atom. It is minus 13.6 electron volts. N-ന് 2 കൊടുത്താൽ രണ്ടാമത്തെ ഓർബിറ്റിന്റെ എനർജി വാല്യൂ കിട്ടും. If n is equal to 2, second energy value is it is equal to minus 3.4 electron volt. അപ്പോൾ രണ്ടാമത്തെ എനർജി വാല്യൂ വരച്ചു minus 3. ഇലക്ട്രോൺ വോൾട്ട്. നോക്കൂ, ഈ എനർജി വാല്യൂകളെല്ലാം ഓർബിറ്റുകളിൽ ഒരേ സ്പേസിലല്ല വരുന്നത്. കാരണം നമ്മൾ കണ്ടതാണ് റേഡിയസ് ഓഫ് ദ ഓർബിറ്റ് r is equal to 0.53 ആങ്സ്ട്രോം ഇൻറ്റു n സ്ക്വയർ ആണ്. 1:2, 4:9, 9:9:16 എന്നുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈക്വൽ സ്പേസിലല്ല എനർജി ലെവൽസ്. അതുകൊണ്ടാണ് മുകളിലേക്ക് പോകുന്നതോറും അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻഫിനിറ്റിയാണ്, ഏറ്റവും മുകളിൽ വരുന്ന ലെവലാണ്. അതിന്റെ എനർജി എന്ന് പറയുന്നത് 0 ആണ്. എന്ന് വെച്ചാൽ ന്യൂക്ലിയസുമായിട്ട് ബന്ധമില്ലാത്ത ഇലക്ട്രോണുകൾ എന്നാണ് അർത്ഥം. ഓക്കെ, ഇങ്ങനെ നിങ്ങൾക്ക് മൂന്നാമത്തെ ലെവലിന്റെ എനർജി വാല്യൂ minus 1.53 ഇലക്ട്രോൺ വോൾട്ട്, നാലാമത് 0.85 ഇലക്ട്രോൺ വോൾട്ട്. ബാക്കിയുള്ള വിലകളൊക്കെ ഇതിന്റെ അടുത്തേക്ക് വരും. ചുരുക്കി പറഞ്ഞാൽ മുകളിലേക്ക് വരും തോറും എനർജി ലെവൽസ് എല്ലാം ക്ലോസ് പാക്ഡ് ആയിരിക്കും. ദീസ് ആർ ദ എനർജി ലെവൽസ് ഓഫ് ഹൈഡ്രജൻ ആറ്റം. നോക്കൂ, ഹൈഡ്രജൻ ആറ്റത്തിലെ ഇലക്ട്രോണുകൾ താഴത്തെ ലെവലിൽ നിന്ന് മുകളിലത്തെ ലെവലിലേക്ക് ചാടുമ്പോൾ എനർജി അബ്സോർബ് ചെയ്യും. അപ്പൊ എത്ര അബ്സോർബ് ചെയ്തു എന്നുള്ളത് ഈ ലെവലുകൾ ഡിഫറൻസിനെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സ്പെക്ട്രം കിട്ടും. അതിന്റെ പേരാണ് അബ്സോർപ്ഷൻ സ്പെക്ട്രം. ഹയർ എനർജി ലെവലിൽ നിന്ന് താഴത്തേക്ക് ചാടിയാൽ ആ എനർജി ലെവലുകളുടെ ഡിഫറൻസിന് ഈക്വൽ ആയ എനർജിയെ പുറത്തേക്ക് വിടും. ലൈറ്റിന്റെ രൂപത്തിലോ അല്ലെങ്കിൽ വേറെ എന്തിൻ്റെങ്കിലും വേവിന്റെ രൂപത്തിൽ. അങ്ങനെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെ ഒരു ഫോട്ടോഗ്രാഫി പ്ലേറ്റിലേക്ക് പതിപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു എമിഷൻ സ്പെക്ട്രം കിട്ടും. ഏത് അബ്സോർപ്ഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ, എമിഷൻ സ്പെക്ട്രം ആയിക്കോട്ടെ, സ്പെക്ട്രം എല്ലായ്പ്പോഴും കറസ്പോണ്ടിങ് എനർജിയും വേവ് ലെങ്ത്തും മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ എപ്പോഴും കിട്ടാൻ പോകുന്നത് ലൈൻ സ്പെക്ട്രമാണ്. ഹൈഡ്രജൻ ആറ്റത്തിന്റെ എല്ലാ ഭൂരിഭാഗം ആറ്റങ്ങളുടെ സ്പെക്ട്രം നോക്കിയാൽ ലൈൻ സ്പെക്ട്രം തന്നെയാണ് കിട്ടുന്നത്. ഇങ്ങനെയാണ് ആറ്റത്തിന്റെ മോഡൽ ഭംഗിയായിട്ട് ആറ്റത്തിന്റെ എക്സിസ്റ്റൻസും സ്റ്റെബിലിറ്റിയെയും വിശദീകരിച്ച് കൊടുത്തിട്ടുള്ളത്. These are the energy levels of hydrogen atom. നോക്കൂ, ഈ ഗ്രൗണ്ട് ലെവലിൽ നിൽക്കുന്ന ഇലക്ട്രോണിനെ 13.6 ഇലക്ട്രോൺ വോൾട്ട് ഇവിടുത്തെ ഇലക്ട്രോണിന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ട് ലെവൽ ഇലക്ട്രോൺ ആറ്റത്തിന്റെ ആകർഷണത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് ഗ്രൗണ്ട് ലെവലിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ സപ്ലൈ ചെയ്യേണ്ട എനർജി എന്ന് പറയുന്നത് +13.6 ഇലക്ട്രോൺ വോൾട്ട് ആണ്. ഈ എനർജിയെ വിളിക്കുന്ന പേരാണ് അയണൈസേഷൻ എനർജി. ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്ന് ഫ്രീ സ്റ്റേറ്റിലേക്ക് കൊണ്ടുപോകാൻ വേണ്ട എനർജിയാണ്. എന്നാൽ ഒരു ലെവലിൽ നിന്ന് അടുത്ത ലെവലിലേക്ക് എടുത്ത് ചാടാൻ വേണ്ട എനർജി എന്ന് പറയുന്നത് ഈ രണ്ട് എനർജി ലെവലുകൾ തമ്മിലുള്ള ഡിഫറൻസ് ആണ്. -3.4 ചെന്നിരുന്നാൽ ഇതിനേക്കാൾ വലിയ വിലയാണ് ഇത് കേട്ടോ. നെഗറ്റീവാണ്, അതുകൊണ്ടാണ്. ഇതിനേക്കാൾ വലിയ വിലയാണിത്. അപ്പൊ ലോവർ ലെവലിൽ നിന്ന് ഹയർ ലെവലിലേക്ക് ചാടണമെങ്കിൽ എനർജി അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് കൊടുത്താൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ തൊട്ടടുത്ത സ്റ്റേറ്റിലേക്ക് ചാടും. അപ്പൊ ഈ എനർജി വാല്യൂയിൽ നിന്ന് ഈ എനർജി വാല്യൂ കുറച്ചാൽ അതിന് വേണ്ട എനർജി എത്രയാണെന്ന് കിട്ടും. ഒരു സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ചാടാൻ വേണ്ട എനർജിയെ വിളിക്കുന്ന പേരാണ് എക്സൈറ്റേഷൻ എനർജി. അയണൈസേഷൻ എനർജിയും ഉണ്ട്, എക്സൈറ്റേഷൻ എനർജിയും ഉണ്ട്. ആൻഡ് ദീസ് ആർ ദ എനർജി ലെവൽ ഡയഗ്രാം ഓഫ് ഹൈഡ്രജൻ ആറ്റം. Last topic of this chapter, explanation of Bohr's postulate by de Broglie. ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ് ലൂയിസ് ഡി ബ്രോളി എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നോക്കൂ, ബോർ പോസ്റ്റുലേറ്റ് പ്രകാരം ഒരു ഇലക്ട്രോൺ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങുമ്പോൾ അതുണ്ടാക്കുന്ന ആംഗുലാർ മൊമെന്റം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π ആണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കിൾ ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. എന്നാൽ എങ്ങനെ ഈ പോസ്റ്റുലേറ്റ് വന്നു എന്നുള്ളത് ലൂയിസ് ഡി ബ്രോളിയുടെ ഡ്യുവൽ നേച്ചർ ഓഫ് മാറ്റർ എന്ന ടോപ്പിക്കിൽ വെച്ചുകൊണ്ട് ഭംഗിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും.
എന്താണ് മാറ്ററിന്റെ ഡ്യുവൽ നേച്ചർ? മാറ്ററിന് വലിയ വേഗതയിൽ വേവിനെ പോലെ പെരുമാറാൻ സാധിക്കും. അങ്ങനെ മാറ്റർ പാർട്ടിക്കിൾ കണികകൾ തരംഗമായാൽ, കണികാ തരംഗങ്ങൾ ഉണ്ടായാൽ ഒരു കണിക സഞ്ചരിക്കുമ്പോൾ ആ കണിക തരംഗത്തെ പോലെ പെരുമാറുമെന്നും അതുണ്ടാക്കുന്ന വേവ് ലെങ്ത് λ=h/mv ആയിരിക്കുമെന്നും ലൂയിസ് ഡി ബ്രോളി മുൻപ് പ്രവചിച്ചിട്ടുണ്ട്. തിയറി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുമുണ്ട്. അതുപ്രകാരം അതിന്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട് തന്നെയാണ് mvr=nh/2π എന്ന് പറയുന്ന പോസ്റ്റുലേറ്റ് വരുന്നത്. കാരണം ഒരു ഇലക്ട്രോൺ എന്ന് പറയുന്ന കണിക ന്യൂക്ലിയസിന് ചുറ്റും അതിശക്തമായ വേഗതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ അതൊരു തരംഗമായി മാറുന്നു. ഇലക്ട്രോൺ ഉണ്ടാക്കുന്ന തരംഗത്തെ നമുക്ക് ഇലക്ട്രോണിന്റെ മാറ്റർ വേവ് എന്ന് വിളിക്കാം. അങ്ങനെ മാറ്റർ വേവുകൾ ഉണ്ടാകുമ്പോൾ ഇലക്ട്രോൺ തരംഗങ്ങൾ പരസ്പരം ഓവർലാപ്പ് ചെയ്യുകയും ഒരു തരംഗം അടുത്ത തരംഗത്തെ ശക്തിപ്പെടുത്തുന്ന രീതിയിൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുകയും ഒരു സ്റ്റാൻഡിങ് വേവ് ഉണ്ടാവുകയും ചെയ്യും. ബാക്കിയുള്ള ഏത് സ്ഥലത്ത് പോയി ഇലക്ട്രോൺ ഈ പറയുന്ന റൊട്ടേഷൻ നടത്തിയാലും ഉണ്ടാകുന്ന തരംഗങ്ങൾ അടുത്ത തരംഗത്തെ നശിപ്പിക്കുന്ന രീതിയിലായിരിക്കുകയും ഒരു പെർട്ടിക്കുലർ നീളത്തിൽ മാത്രമേ ആ പറയുന്ന വേവിന് നിലനിൽക്കാൻ പറ്റൂ. ഒരു വലിച്ചു പിടിച്ചിരിക്കുന്ന സ്ട്രിങ്ങിന്മേൽ ഒരു തരംഗം ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻഡിങ് വേവ് അവിടെ ഫോം ചെയ്യുന്നത് പോലെ ഇവിടെ നിങ്ങൾക്ക് സ്റ്റേബിൾ ആയിട്ടൊരു വേവ് ഫോം ചെയ്യണമെങ്കിൽ ഈ ഇലക്ട്രോൺ ഓർബിറ്റിന്റെ റേഡിയസ് ഉൾപ്പെടുന്ന വൃത്തപരിധി എന്ന് പറയുന്നത്, ഇലക്ട്രോൺ ഓർബിറ്റിന്റെ നീളം എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി an ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n ലാംഡ ആയിരിക്കും. ഇതാണ് ഡി ബ്രോളി ബോർ പോസ്റ്റുലേറ്റിന് നൽകുന്ന വിശദീകരണം. When an electron is revolving around the nucleus, it will take as a wave, and that wave will exist only if the length of the wave will be ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് n ലാംഡ. ഈ രൂപത്തിൽ വന്നാൽ മാത്രമേ ഇതിന് ചുറ്റുവട്ടത്ത് ആ വേവിന് നിലനിൽക്കാൻ പറ്റുകയുള്ളൂ, സ്റ്റാൻഡിംഗ് വേവ് ഫോം ചെയ്യാൻ പറ്റുകയുള്ളൂ. That means 2πr n lambda. But you know that lambda h/mv. That is 2πr n into h/mv. ഒന്ന് റീഅറേഞ്ച് ചെയ്താൽ mvr n into h/2π. And which is the second postulate of Bohr model? Bohr model of ആറ്റത്തിന്റെ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ് ഡി ബ്രോളിയുടെ ഹൈപ്പോത്തീസിസ് വെച്ചുകൊണ്ട് വളരെ ഭംഗിയായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും. അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഇലക്ട്രോണിനെ എന്തായിട്ട് കരുതണം? ഇലക്ട്രോൺ ഈസ് നോട്ട് എ പാർട്ടിക്കിൾ. when it is moving with very high velocity, it will act as a wave. But ഡി ബ്രോളി വൈവ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ബോറിന്റെ സെക്കൻഡ് പോസ്റ്റുലേറ്റ്. ഓക്കെ.